നല്ല രസം. 2 വർഷം പിന്നിട്ട് The golden girl. Yes. ഏതോ അമ്പലത്തിലേക്ക് പോകുന്ന പോലെയുണ്ട്. അതെ കേട്ടോ, കുഞ്ഞിലെ എപ്പോഴും ഇങ്ങനെ കെട്ടിക്കുവായിരുന്നു. 2 സൈഡ് അല്ലേ ഇങ്ങനെ മെടഞ്ഞിട്ടിട്ട്. ഇന്നത്തെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, സിംപ്ലി സൂപ്പർ. വെരി നൈസ് കളർ കോമ്പിനേഷൻ. താങ്ക് യു. അമ്മയായിരിക്കും. അമ്മ. അതെ, സ്വാഭാവികം. ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ആ പൂവും മുടി പിന്നി ഇട്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മകളല്ലേ, എന്ത് ചുന്ദരിയായിരിക്കുന്നു. അതെ അതെ അതെ. ഓക്കെ, ഇന്ന് ഏതാണ് പാട്ട്? തമ്പുരു താനെ ശ്രുതി മീട്ടി. ബാക്കി പാട്ടിന്റെ ജാതകം. മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമി സർ. പാടിയത് എസ് ജാനകിയമ്മ. മൂവി എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ലിറിക്സ് ബിച്ചു തിരുമല സർ. ഇയർ 1982. ഓക്കെ, എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു അല്ലേ? അതെ. അതിലൊരു ഉഗ്രം പാട്ടുണ്ട്. നനഞ്ഞ നേരിയ പട്ടുറുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ആ ആ ആ ആ. താങ്ക് യു. അപ്പൊ ഈ ഗമരിസ നിസദനി പദമപ രിമക അതാരാണ്? അതെന്ന് വെച്ചാൽ അത് മ്യൂസിക്കലായിട്ടുള്ള കുറച്ച് സ്വരങ്ങളാണ്. ഇത് നമുക്ക് മ്യൂസിക്കലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടം പോലെ വിചാരിക്കാം. വളരെ പൊയറ്റിക് ആയിട്ടുള്ള വരിയാണല്ലോ. അപ്പൊ നമുക്ക് എന്താണോ കാവ്യാത്മകമായി തോന്നുന്നത് അത് വെച്ച് നമുക്ക് മനസ്സിൽ വിചാരിക്കാം. ഹലോ, ഒന്ന് പാടാൻ സമ്മതിച്ചിട്ട് പോയിക്കേ. ഞാൻ കഷ്ടപ്പെടുന്ന ബ്രെയിൻ അത്രയും യൂസ് ചെയ്ത് ബുദ്ധി ഉപയോഗിച്ച് കഷ്ടപ്പെടുത്തി. വളരെ പോയറ്റിക് ആട്ടോ അത്. ശരിയാ. ഗമരിസ നിസദനി പദമപ രിമക വളരെ പോയറ്റിക് ആണ്. ഓൾ ദി ബെസ്റ്റ് അനുഷ്. അതിനു താളമിടാൻ മനസ്സൊരു മൃദംഗമായിടുന്നു.
സൂപ്പർ. അനുഷ്ക എന്താ ഇതുവരെ എവിടെയായിരുന്നു ഈ പാട്ട് ചോദിക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടെ ആയിരുന്നു എന്നാണ്. ഇങ്ങനൊക്കെ പാടുന്നത് എവിടെയായിരുന്നു ഇത്രയും നാള്? ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു? അത് എടുക്കേണ്ട സമയത്ത് മാത്രം എടുത്ത് പ്രയോഗിക്കാനായിട്ട് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കുന്ന പാശുപതാസ്ത്രം. എവിടെയായിരുന്നു ഇതുവരെ, എവിടെയായിരുന്നു എന്നുള്ളത് സൂപ്പറായിരുന്നു കേട്ടോ. എന്തൊരു മെലോഡിയസ് ആയിരുന്നു. പലയിടങ്ങളിലും പ്രത്യേകിച്ചും ഹയർ രജിസ്റ്ററിൽ ഇങ്ങനെ സുപ്രീം ചേർച്ച ശ്രുതിയായിട്ട്. ആ ബിഗിനിങ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. ആ സ്വരം പാടി, സ്വരം പാടിയത് ഇപ്പൊ മനസ്സിലായ ഞാൻ പറഞ്ഞ സ്വരം എന്തിനാണെന്ന്? മീൻകുട്ട മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. അതൊന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, പാടി കേൾപ്പിച്ചോ. ആ മായിൽ വരുമ്പോഴത്തേക്ക് ഉടനെ എനിക്ക് ഒരു സ്വാതി ഒരു ഭജൻ എനിക്ക് ഓർമ്മ. ജമുന കിനാരെ പ്യാരെ കദം ധർമോഹന ബാസുരി ബജാവേ ബാസുരി ബജാവേ തമ്പുരുത്താനേ. ഇത് കേട്ടപ്പോ എനിക്കൊരു വചനം ഓർമ്മ തന്നെ. തുമുക്കോ മേരി ലാജ് രഘുവര തുമുക്കോ മേരി ലാജ് രഘുവര സദാ സദാ മേ ചരണ തുമ്ഹാരി. അങ്ങനെ ഒരു ഭജന. മധുരം ജീവാമൃത ബിന്ദു. അപ്പൊ വളരെ മധുരമായിരുന്നു. ഒരു ജീവാമൃത ബിന്ദു പോലെ സംഗീതം ഇങ്ങനെ തുളുമ്പി വന്ന ഒരു അരങ്ങാണിത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രത്തോളം ഇമേഴ്സ്ഡ് ആയിട്ട് ഈ പാട്ട് അത്രയും വർക്ക് ചെയ്ത്. അതാണ് ഇതിൽ ഉള്ളിൽ ഒരുപാട് വർക്ക് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും നന്നാക്കി പറ്റൂ. അല്ലാതെ വേറെ ഒരു കാര്യം നടക്കത്തില്ല എന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്ന് ഇത് അവതരിപ്പിക്കുകയാണ്. കണ്ണു നിറയാതിരിക്കാൻ പറ്റില്ല ചില വരികളൊക്കെ. അതുപോലെ വേറെ കാര്യം, അർദ്ധനാരീശ്വര എന്നല്ല. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? ശിവൻ. അർദ്ധനാരീശ്വര പ്രതിമയുണർന്നു എന്നാണ് പാടിയത്. അർദ്ധനാരീശ്വര പ്രതിമയുണർന്നു എന്നാണ്. അതൊന്നിച്ചാണ്. ശിവന്റെ പ്രതിമയുണർന്നു എന്നാണ് പറഞ്ഞ് മനസ്സിലായോ? അത് നല്ല രസമുണ്ടായിരുന്നു. ഈ രാഗവും ആ രാഗത്തിന്റെ ഭാവങ്ങളും അതിന്റെ സ്വരങ്ങളും അതൊക്കെ ഇങ്ങനെ വീണയിൽ വായിക്കുന്ന പോലെയുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില റെമിനിസൻസസ് വന്നു മോള് പാടിയപ്പോഴത്തേക്കും. അത് ശരിക്കും ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതി എന്നതിനെ പറയണം. പാട്ട് പഠിക്കുന്നവരും പാട്ട് പറയുന്നവരും ഒക്കെ പഠിപ്പിക്കുന്നവരും ഒക്കെ ശ്രുതി എന്ന് പറയും. ശ്രുതി. ചിലര് സുറുതി എന്ന് പറയും, ചിലര് ശ്രുതി എന്ന് പറയും. പക്ഷെ ആരും ശ്രുതി എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്യാറില്ല. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ആദ്യം നമ്മള് ശ്രുതി ചേരുന്നതിന് മുമ്പേ ശ്രുതി എന്ന് ശരിക്കും പറയാൻ പഠിക്കണം അല്ലേ? അപ്പൊ ദേവരായ മാസ്റ്റർ പണ്ട് പറയുന്നത് ശ്രുതി എന്ന് പറയും. അങ്ങനെയാണ് ഞാനും ശ്രുതി എന്ന് പറഞ്ഞത്. അപ്പൊ ആ ശ്രുതി ശ്രുതി പോലെ തോന്നി. ഒന്ന് പറയാമോ? ശ്രുതി. ശ്രുതി. പാടി പാടി പാടി. തമ്പുരു താനേ ശ്രുതി മേ. ഇപ്പോഴും ശ്രുതി 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 ശ്രുതി. തമ്പുരു താനേ ശ്രുതി മീട്ടി. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, എപ്പോഴും കേട്ടോ. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് യുവർ ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ദിസ് ഈസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ്. താങ്ക് യു സർ.
വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പാടിയത്. തുടക്കം മുതൽ അവസാനം വരെ വളരെ 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 ഇഷ്ടപ്പെട്ടു. ആ ഹമ്മിങ് മുതൽ ആ സ്വരം പാടിയതൊക്കെ വളരെ നന്നായിരുന്നു. സസ്റ്റെയിൻ ചെയ്ത് നിർത്തിയില്ല. ശ്രുതിയൊക്കെ വളരെ പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആ ചരണത്തിന്റെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് തുടങ്ങിപ്പോയി. അത് പിന്നെ കറക്റ്റായിട്ട് പിന്നെ പാടി. അതെന്താ പറ്റിയെന്നറിയില്ല. അത് നമ്മൾ കണക്കാക്കുന്നില്ല. പാട്ട് പാടിയത് വളരെ കറക്റ്റ് ആയിരുന്നല്ലോ. അതാണ് ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ മനോഹരമായിട്ട് പാടി. ഇതുപോലെ തന്നെ ഇനിയുള്ള പാട്ടുകളും ഭംഗിയായിട്ട് പാടാൻ സാധിക്കട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. അടുത്തതായി എന്റെ വാക്കുകളായി അനുഷ്. എന്തോ വാട്ട് എ ടാലന്റഡ് സിംഗർ. അമ്പോ എന്ത് രസമായിട്ടാ പാടുന്നത്. ഓരോന്നിന്റെയും ക്ലാരിറ്റി, ആ ശബ്ദത്തിൽ വരുന്ന ആ ക്ലാരിറ്റി, അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, വേണ്ട വെയിറ്റേജ്, വേണ്ട ഡൈനാമിക്സ്, എത്രത്തോളം അതിന്റെ അർത്ഥം അറിഞ്ഞ് പാടണം, എത്ര ലയിച്ച് പാടണം, അതിന് എന്ത് മൂഡ് കൊടുക്കണം, ഇതൊക്കെ അനുഷ്കിന് കൃത്യമായിട്ട് അറിയാം. യുവർ വെരി ബ്ലെസ്ഡ്. എനിക്ക് ഭയങ്കര കൊതിയാണ് അനുഷ്കിന്റെ പോലത്തെ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഹൈ രജിസ്റ്റർ, എനിക്ക് ഹൈ പോവേയില്ല, എനിക്ക് താഴെയാണ് എന്റെ വോയിസ് കിടക്കുന്നത്. MJ സാർ കളിയാക്കണ പോലെ ഡബിൾ ബേസ് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അനുഷ്ക്ക് മേളിൽ ആ ഭാഗം, അന്നെന്റെ മൗനം അല്ലെ എന്നോട് മന്ത്രിച്ചു, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മേളിൽ ഇറ്റ് വാസ് ലൈക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ശബ്ദം ശ്രുതിയോട് ചേർന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കൊതി വരിക അനുഷ്കിന്റെ ശബ്ദത്തിനോട്. അപ്പൊ എനിക്ക് എന്തായാലും ആ ശബ്ദത്തിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വോയിസ്. യു ആർ എ വെരി ടാലന്റഡ് ബ്ലെസ്ഡ് കിഡ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മാർക്കിന് മുന്നേ ഒരു കാര്യം പറയാൻ. എന്താണ് പറയാനുള്ളത്? ഞാനൊരു സ്വപ്നം കണ്ടു. കുറച്ചു മുന്നേ സ്വപ്നത്തെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. അതെന്താന്നറിയില്ലേ, ഞാനും ജഗത്തും ഏകദേശം ഒരേ സ്വപ്നം കണ്ടത്. എന്താ കണ്ടത്? നമ്മുടെ നാട്ടിലെ ടോപ്പ് സിംഗർ ഇടിമുഴക്കായ കാരണം UAE ഷൂട്ട് മാറ്റി. ഓഹോ. എന്നിട്ട് അവിടെ നോക്കുമ്പോ ഇലക്ഷൻ നടക്കാം. സ്വപ്നമാണ് ഇലക്ഷൻ നടക്കാം. അപ്പൊ ഇലക്ഷൻ ഒന്നും അധികാരില്ല. രാകേഷ് അങ്കിൾ വന്നിട്ട് പേരൻസിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും 4 പേര് നിക്കോ ചോദിച്ചു. സ്ഥാനാർത്ഥിയായിട്ട് എന്നിട്ട് ദ്യുതിന്റെ അമ്മ, ഷെനിൽ അങ്കിൾ, ദിയന്റെ അമ്മ, ജഗത്തിന്റെ അമ്മ ഇലക്ഷന്. ഞാൻ 2 ദിവസം കഴിഞ്ഞ റിസൾട്ട് നോക്കുമ്പോ ദ്യുതിയുടെ അമ്മ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അത് കൊള്ളാട്ടോ. ജഗത്ത് എന്താ കണ്ടേന്നറിയോ? എന്താ കണ്ടേ? കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ദ്യുതി. എല്ലാരും കണ്ടത്. ഫുഡ് മിനിസ്റ്റർ ആയിരുന്നു. പ്ലാൻ ഉണ്ടോ ദ്യുതിയുടെ അമ്മയ്ക്ക്? അറിയില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് ചോദിച്ചു നോക്കാം. അതേട്ടാ, ഞാനിത് ദ്യുതിയുടെ അമ്മേനോട് ഭയങ്കര ചിരി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ മന്ത്രിയാണോ സ്വപ്നമല്ലേ കണ്ടത് ദ്യുതിയുടെ അമ്മ? അതെങ്ങനെ സംഭവിച്ചു? എന്തായാലും VD സതീശൻ ചേട്ടൻ ഇത് കേൾക്കണ്ട. അനുഷ്ക കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്ന് പാടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് തരുന്ന മാർക്ക് 100 out of 100 plus 2 stars. അനുഷ്ക കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. യെസ്.